ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും ഗാസയ്ക്ക് വേണ്ടിയുള്ള അന്തിമ പദ്ധതി തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസ എങ്ങനെ പിടിച്ചെടുക്കാം, ഇനി ഗാസയിൽ ഒരു സംസാരമില്ല, അന്തിമമായി ഗാസയിൽ സകലതും തീർക്കാനൊരുങ്ങുകയാണ് അമേരിക്ക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഗാസയ്ക്കായി അന്തിമ യുദ്ധ പദ്ധതിയാണ് തയ്യാറാക്കുന്നതായി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഗാസ പൂർണ്ണമായും കൈവശപ്പെടുത്തുമോ, ട്രംപും ഇസ്രായേലും ഒടുവിൽ ഗാസയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു വലിയ പദ്ധതി ഗാസയിൽ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവും ട്രംപും കൂടെ ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി തയ്യാറാക്കുന്നത്. അന്തിമമായിട്ടുള്ള യുദ്ധമാണ് അത്. ഗാസയിലുള്ള ജനങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ളത് പോലും ഇപ്പോൾ പല മാധ്യമങ്ങളും, ആ നെറേറ്റീവ് പോലും മാധ്യമങ്ങൾ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടക്കും. ഈ സമയത്ത് ഗാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യും. അതിലായിരിക്കും ഈ അന്തിമ പദ്ധതി തയ്യാറാകുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനും നെതന്യാഹുവിന്റെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏപ്രിൽ 7 വൈറ്റ് ഹൗസിൽ നടക്കുമെന്ന് ഇരുവരും അറിയിച്ചിട്ടുണ്ട്. ഹമാസ് വിമതർക്കെതിരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ഇസ്രായേൽ ഗാസ മുനമ്പിൽ സൈന്യത്തെ വിന്യസിക്കുന്ന സമയത്ത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഇസ്രായേലിന്റെ വെടിനിർത്തലിനെ അമേരിക്ക പിന്തുണയ്ക്കുക കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഗാസയുടെ വലിയൊരു പ്രദേശം ഇസ്രായേൽ ഇപ്പോൾ തന്നെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശം അതിൽ വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. പോരാത്തതിന് കഴിഞ്ഞ മാസം ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുകയും വൈറ്റ് ഹൗസ് പിന്തുണച്ച ഗാസയിൽ പെട്ടെന്ന് ബോംബാക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2003 ഒക്ടോബർ 7 ആക്രമണം നടത്തിയ ഹമാസ് നമ്മുടെ ജനങ്ങളെ ബന്ദികളാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. അവരെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുകയും ആയുധങ്ങൾ താഴ്വയ്ക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നതുവരെ യുദ്ധം തുടരും എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വലിയ ആക്രമണത്തിൽ 32 പേരാണ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പേരാണ് മരണമടഞ്ഞത് എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് തന്നെ പുറത്തു വരുന്നുണ്ട്. ഗാസയിൽ അന്തിമമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.